എൻ്റെ പ്രിയരെ, നിങ്ങൾക്കറിയാമല്ലോ, അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അധികാരത്തിലേറിയ ചില കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. അവയിൽ ചിലത് നമുക്കൊന്ന് നോക്കാം. പാരീസ് ഉടമ്പടിയിൽ നിന്നും പിന്മാറുന്നു. പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില കരാറുകളാണ് അതിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്നും അമേരിക്കയെ ട്രംപ് പിന്മാറ്റിയിരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള സഹായം നിർത്തി. ലോകാരോഗ്യ സംഘടനയ്ക്ക് അമേരിക്കൻ ഭരണകൂടം വലിയൊരു തുക നൽകിയിരുന്നു. ഇത് നിർത്തുന്നതിലൂടെ അമേരിക്കയ്ക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും എന്നാണ് ട്രംപിൻ്റെ കണക്കുകൂട്ടൽ. 4 വർഷങ്ങൾക്ക് മുൻപ് ക്യാപിറ്റോൾ മന്ദിരത്തിൽ തനിക്കായി കലാപമുണ്ടാക്കിയവരെ കുറ്റവിമുക്തരാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ട്രംപ് പരാജയപ്പെട്ടിരുന്നു. അതിനെ തുടർന്നുണ്ടായ അനുയായികൾ ഉണ്ടാക്കിയ കലാപത്തെ കേസുകളാണ് ട്രംപ് ഇത്തവണ വിജയത്തിന് ശേഷം ഒഴിവാക്കി നൽകുന്നത്. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കുടിയേറ്റത്തെ തടയുക എന്നതാണ് അതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ജെൻഡറുകൾ ഇനി രേഖയിൽ ഉണ്ടാകില്ല. 90 ലക്ഷം ആളുകൾ അമേരിക്കയിൽ ഇനി ആണും പെണ്ണും മാത്രം. ജന്മാവകാശ പൗരത്വം അവസാനിപ്പിക്കുന്നു. അമേരിക്കയിൽ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊണ്ട് അമേരിക്കൻ പൗരത്വം ലഭിക്കുന്ന അവകാശമായിരുന്നു ഇത്. ഇനി അങ്ങനെയൊന്ന് ഉണ്ടാകില്ല. ഇനി ആരും കുഞ്ഞിന് ജന്മം നൽകാൻ വേണ്ടി അമേരിക്കയിലേക്ക് പറക്കണ്ട. ബൈഡൻ ഭരണകൂടം ഉണ്ടാക്കിയ പല ഉത്തരവുകളും റദ്ദാക്കുന്നു. ഭീകരവാദ രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ നിന്നും ക്യൂബയെ വീണ്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇനി ക്യൂബയും ഭീകര രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ. സർക്കാർ ജോലികൾക്ക് ഇനി മുതൽ കർശന നിയന്ത്രണം. ഏതൊരു രാഷ്ട്രത്തിനും ഉദ്യോഗസ്ഥരെ തീറ്റിപ്പോറ്റാൻ ഒരുപാട് പണം ചെലവഴിക്കേണ്ടതായി വരും. അമേരിക്കയിൽ ഇനി നിയമന നിയന്ത്രണം തീർച്ചയായും ഉണ്ടാകും എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഖനന നിയന്ത്രണം എടുത്തുകളഞ്ഞു. അമേരിക്കയിൽ ഇനി ഖനന നിയമങ്ങൾ സുതാര്യമാകും. അങ്ങനെ നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഖനനം ഇനി നന്നായി നടക്കും. പനാമ കനാൽ തിരിച്ചു പിടിക്കും. പനാമയുടെ കയ്യിലുണ്ടായിരുന്ന, അമേരിക്കയ്ക്ക് മുൻപ് അവകാശമുണ്ടായിരുന്ന കനാലാണ് പനാമ കനാൽ. അത് തിരിച്ചു പിടിക്കുന്നതോടെ കപ്പൽ ചാലുകൾ അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും. കച്ചവടത്തിനും വ്യവസായത്തിനും അമേരിക്കയുടെ പുരോഗതിയെ വളരെയേറെ സ്വാധീനിക്കാൻ സാധിക്കും. 20,000-ഓളം ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യയിലേക്ക് തിരിച്ചയക്കും. ഇന്ത്യൻ കുടിയേറ്റക്കാർക്ക് വലിയ കനത്ത തിരിച്ചടിയായിരിക്കും ഇത്. അമേരിക്കയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്ക് കുടിയേറ്റക്കാരെ തിരിച്ചയക്കുകയേ മാർഗമുള്ളൂവെന്ന് ട്രംപ് അധികാരത്തിലേറിയുടൻ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അത് നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രിയരെ, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.